അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ വീണ്ടും അനിശ്ചിതത്വം. റഹീമിന്റെ കേസ് പരിഗണിക്കുന്നത് 5ാം തവണയും റിയാദിലെ ക്രിമിനൽ കോടതി മാറ്റി. സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സുരേഷ്, എന്തുകൊണ്ടാണ് കേസ് വീണ്ടും മാറ്റുന്നത്? വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് പോവുകയാണോ? സുരേഷ്, കേൾക്കാമെങ്കിൽ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി ജയിലിൽ കഴിയുന്ന പുതുവർഷത്തിൽ റഹീം വീട്ടിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ കോടതിയുടെ തീരുമാനം മറിച്ചാണ്. വീണ്ടും ഈ കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം, കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ളൊരു പരാമർശത്തോടു കൂടിയാണ് കേസ് പരിഗണിക്കുന്നത്. കോടതി മാറ്റിവെച്ചിട്ടുള്ളത് ജനുവരി 15-ന് പ്രാദേശിക സമയം സൗദി സമയം രാവിലെ 8 മണിക്ക്, UAE ഇന്ത്യൻ സമയം രാവിലെ 10:30-ക്കായിരിക്കും ഈ കേസ് പരിഗണിക്കുക. ഏതായാലും ഇനിയിപ്പോൾ ഈ കേസ് 5ാം തവണയാണ് ഇപ്പോൾ മാറ്റിവെക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രൈവറ്റ് പെറ്റീഷൻ പ്രകാരമുള്ള തീർപ്പ് നേരത്തെ കൽപ്പിച്ചിരുന്നു. കുടുംബം ദിയാദനം വാങ്ങി 34 കോടിയോളം രൂപ വാങ്ങിയതിനു ശേഷം മാപ്പ് നൽകുകയും അങ്ങനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും രാജ്യത്തിന്റെ ക്രിമിനൽ നിയമപ്രകാരമുള്ള അല്ലെങ്കിൽ പബ്ലിക് റൈറ്റ് അനുസരിച്ചുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലാണ് ഇപ്പോഴും കോടതി കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. കാരണം കോടതിയുടെ മുന്നിൽ ഈ പണമോ അല്ലെങ്കിൽ ദിയാധനമോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ മാപ്പോ എന്നതിനേക്കാളൊക്കെ ഉപരിയായി രാജ്യത്തെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ പ്രകാരം കോടതി കുറെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ മാപ്പ് നൽകി റഹീമിനെ വിട്ടയച്ചാൽ തുടർന്ന് അങ്ങോട്ടുള്ള കേസുകളിലൊക്കെ ഇതൊരു പരാമർശമായിട്ട് വരാം. ഒരുപക്ഷെ റഹീം വേഴ്സസ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ പിന്നീട് വാദങ്ങളൊക്കെ വരാം. അതിനെയൊക്കെ ഗൗരവത്തോടു കൂടിയിട്ടാണ് കോടതി ഇപ്പോൾ കാണുന്നത്. ഇക്കാര്യമെല്ലാം പഠിച്ചതിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാമെന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തീരുമാനം. ജനുവരി 15 രാവിലെ 8 മണിവരെ സൗദി സമയം രാവിലെ 8 മണിവരെ കാത്തിരിക്കണം. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നു. റഹീമിന്റെ കേസ് പരിഗണിക്കുന്നത് 5ാം തവണയാണ് മാറ്റുന്നത്. ജനുവരി 15-ലേക്കാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് മാറ്റിവെച്ചത്. ഇപ്പോൾ റഹീമിന്റെ വീട്ടിൽ നിന്നും രാഹുൽ KV കൂടി ചേരുന്നുണ്ട്. രാഹുൽ, ഇന്നിപ്പോൾ ഒരു തീർപ്പ് പ്രതീക്ഷിതമാണ് കുടുംബവും നാട്ടുകാരും ഒക്കെ തന്നെ. വീണ്ടും കാത്തിരിക്കേണ്ടി വരുന്നതിലെ ആശങ്ക കുടുംബത്തിനുണ്ടോ? അവരുമായി സംസാരിച്ചോ? നിരാശയാണ് റഹീമിന്റെ കുടുംബം പങ്കുവെക്കുന്നത്. ഈ കേസ് മാറ്റിയെന്ന വിവരം കണ്ണീരോടുകൂടിയാണ് റഹീമിന്റെ ഉമ്മ ഫാത്തിമ കേട്ടത് തന്നെ. കാരണം ഓരോ തവണ കേസ് പരിഗണിക്കുന്നു എന്ന ഡേറ്റ് വരുന്ന സമയത്തും വളരെ പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ ഉണ്ടാവാറുള്ളത്. കാരണം ഇന്ന് തീരുമാനം ഉണ്ടാകും. കാരണം കഴിഞ്ഞ 18 വർഷമായി അവർ കാത്തിരിക്കുന്നത് മോചന ഉത്തരവ് ഇന്ന് ഉണ്ടാകും എന്ന് കേൾക്കുന്നതിന് വേണ്ടി തന്നെയാണ്. എന്നാലും ഈ കേസ് മാറ്റിയെന്നത് കണ്ണീരോടുകൂടിയാണ് ഉമ്മ കേട്ടതെന്നാണ് കുടുംബാംഗം ജവാദ് നമ്മോടൊപ്പമുണ്ട്. 5ാം തവണയാണ് കേസ് മാറ്റുന്നത്. നമ്മൾ തന്നെ പലതവണ അടുത്ത തവണ ഇനി പരിഗണിക്കുമ്പോൾ പ്രതീക്ഷ എന്ന് സംസാരിച്ചതാണ്. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഇതുപോലെ പല പ്രതീക്ഷകളാണ്. ഓരോ തവണ വരുമ്പോഴും പ്രതീക്ഷ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ കോടതി കിടക്കുന്നൊരു സംഭവമാണ്. നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം കോടതി എന്താണോ പറയുന്നത്. അടുത്ത ഡേറ്റ് കിട്ടിയത് ജനുവരി 15-നാണ്. ഏകദേശം ഇന്ത്യൻ ടൈം 10:30 അവിടുത്തെ ഏകദേശം 8 മണിക്ക്. അപ്പം രാവിലെ തന്നെ ഡേറ്റ് ആ സമയം കിട്ടിയത് നമുക്കൊരു അനുകൂലമാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സാധാരണ അങ്ങനത്തെ വിധി സാധാരണ രാവിലെ ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞത്. അപ്പം മിക്കവാറും നമുക്കൊരു അനുകൂലം ആവും എന്നും പറയുന്ന പോലെ തന്നെ ഒരു പ്രതീക്ഷ, അത്രേ ഉള്ളൂ. എന്തായാലും നിർഭാഗ്യം എന്ന് പറയാം. റഹീമിന് സമയമായിട്ടില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയമായിട്ടില്ല എന്നുള്ളൂ. പക്ഷേ സങ്കടമുണ്ട്. പക്ഷെ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം. റഹീമിന്റെ ഉമ്മയോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഉമ്മ അതിന് എന്തായാലും കൂട്ടാക്കുന്നില്ല. ജവാദ് സംസാരിക്കുന്ന കണ്ടു. എന്താ ഉമ്മ പറയുന്നു? ഉമ്മ തന്നെ എനിക്ക് മരിക്കുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇതിങ്ങനെ നീണ്ടു പോകുന്നതിൽ വിഷമമുണ്ട്. ഞാൻ എന്തെങ്കിലും മരിച്ചിട്ടാവും ഇനി ഇവിടെ എത്തിയിട്ട് കാണാം. മരിക്കുന്നതിന് മുന്നേ ഒന്ന് കാണാൻ തന്നെയാണ് ഉമ്മ പറയുന്നത്. വിഷമം, പ്രയാസമുണ്ട്, ഒരുപാട് പ്രയാസമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രയാസം കൊണ്ട് പറഞ്ഞ പറച്ചിലാണ്.
എന്തായാലും പറഞ്ഞ് സമാധാനിപ്പിക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും പെട്ടെന്ന് ആവട്ടെ, റിലീസാവട്ടെ. കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ജയിലിൽ പോയി റഹീമിനെ കണ്ടല്ലോ, വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഉള്ള അതിനൊരു സമയം കിട്ടിയോന്നൊക്കെ ചോദിച്ചിരുന്നു. അതെ. പക്ഷെ ഉമ്മ പിന്നെ വന്നിട്ട് കണ്ടാൽ മതി എന്നായിരുന്നു പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. എനിക്ക് അങ്ങോട്ട് പോയിട്ട് കാണാനുള്ള ആഗ്രഹം, ഇവിടെ വന്നിട്ട് കാണാനായിരുന്നു ആഗ്രഹം. അങ്ങനെ പല ആളുകളുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ചില ആളുകൾക്ക് അവിടെ കാണാനും സൗദി അറേബ്യ കാണാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം ജനങ്ങൾ കൊടുത്ത പൈസ ഒക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഉംറക്ക് എന്ന് പറഞ്ഞിട്ട് അബഹയിലാണ് പോയിരുന്നത്. അതൊക്കെ കുറേ കഴിഞ്ഞ സംഭവമാണ്. എന്നിരുന്നാലും പക്ഷെ ഉമ്മാനെ കണ്ടു. ആദ്യം റഹീം വിസമ്മതിച്ചിരുന്നെങ്കിലും പിന്നെ ഉമ്മാനെ കണ്ടു. അതന്നെ അൽഹംദുലില്ലാഹ് കാണാൻ സാധിച്ചു. എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ഇനി ഉമ്മാനെ കാണണം, കാണിക്കുക എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഈ ലോക ജനത ആഗ്രഹിക്കുന്നത് ഉമ്മ നേരിട്ട് മകനെ കാണണം തന്നെയാണ്. കാരണം എല്ലാവരും ഒരുമിച്ചിട്ടാണ് റഹീമിൻ്റെ വധശിക്ഷ റദ്ദ് ചെയ്തത്. ഇപ്പോൾ റഹീമിനെ ആശ്വസിക്കാം, വധശിക്ഷ ഇല്ല. കാരണം എന്നും അവനെ ഉറങ്ങുമ്പോൾ എണീക്കുമ്പോൾ തല കാണുമെന്നുള്ളൊരു പ്രയാസത്തിലായി. ഇപ്പോൾ ആ പ്രയാസം എനിക്കില്ല. കാരണം വധശിക്ഷ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ. അതിന് വേണ്ടിയിട്ട് നിയമസഭാ സമിതി വേണ്ടോളം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഒരുപാട് അഡീഷണൽ വേറെ വക്കീലിനൊക്കെ വെച്ച് കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇന്നിപ്പോൾ തീയതി മാറ്റിവെച്ചതിൽ ദുഃഖമുണ്ടെന്ന് അവർ പറയുന്നു.